ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. പൊന്നി ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം, സെക്കൻഡ് ഹാഫ് എന്തോ എന്റെ പൊന്നോ. പുഷ്പ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ആവറേജ് മൂവി. അല്ലു അർജുൻ എന്നുള്ള ഒരു നല്ലൊരു നടൻ. ഏറ്റവും ലാസ്റ്റ് ഒക്കെ ഒരു കുറച്ച് കോമഡി ആയിപ്പോയി, സെന്റിമെന്റ്സ് ഒക്കെ. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ ചാവറ് പടമാണെന്നും പറഞ്ഞു. പുഷ്പരാജ് അപ്പൊ ഞെട്ടിച്ചില്ലേ? പുഷ്പരാജ് ഞെട്ടിച്ചല്ല, അല്ലു അർജുന ഇങ്ങോട്ട് കൈ കിട്ടണം. ഇനി കൊച്ചിയിലൊന്നും വരലെന്ന് പറയാം. അവന്റെ ഫാത് ഫാസിലിനെ ഒന്നും കാണാനില്ല. അവസാനം തപ്പി നോക്കിയിട്ട് പോലും ഫാത് ഫാസിലിന്റെ പൊടി പോലും ഇല്ല. പുഷ്പ 3 ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പുഷ്പ 3 അല്ല, ഇനി തെലുങ്കന്മാരെ പടം കാണാൻ പറ്റത്തില്ല. എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം അല്ല, ഒരു മാസ ആക്ഷൻ പടം കാണാൻ വന്നൊരു മാസ ആക്ഷൻ പടം കാണാനാണ് ഞാൻ വന്നത്. ആടിപൊളി മാസമായിട്ടുണ്ട്. ഇത് മാസല്ല, ഇത് വേറെ എന്തോ പറയണത്. എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. അത്രയും പോരാ, ഫസ്റ്റിന്റെ അത്രയും പോരാ. ഇന്റർനാഷണൽ വൈൽഡ് ഫയർ ആണ്. അടിപൊളി ഫയർ. കൊള്ളാം, പക്ഷെ ഇമോഷണൽ കണക്ട് അധികമായിട്ട് വേണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. പുഷ്പ ഇതിലും ഭേദമാണ്. കൊള്ളാം. എനിക്ക് പക്ഷേ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പുഷ്പയാണ്. പുഷ്പ 2 കൊള്ളാം, നല്ല മൂവിയാണ്. പടം ഭയങ്കര ഓവറാ ബ്രോ. ഇതിന്റെ ആവശ്യമില്ല. ആ ടോർച്ചർ, ആ പടം അവരാതി പെണ്ണുമ്പോൾ എന്നെ കാണിക്കണേ. ഫൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് പുള്ളിക്ക് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു രംഗണ്ണ സ്റ്റൈൽ എടുക്കാൻ നോക്കിയിട്ട് ഒരുമാതിരി കുങ്കണ്ണ സ്റ്റൈൽ പോലെ ആയിപ്പോയിട്ടുണ്ട്. പറഞ്ഞാൽ ഒട്ടും ടൈമും കൊടുത്തിട്ടില്ല. പോരാത്തതിന് ഭയങ്കര പാസ്സൊക്കെ കുത്തിക്കയറ്റി അലമ്പായി കളഞ്ഞു. ഇത് ഹൈപ്പ് കൊടുക്കുന്നത് ഊമ്പത്തിനും കാണിച്ചു വെച്ചിട്ട് ഹൈപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഇത് അതുകൊണ്ട് പൊട്ടുന്നതാണെന്ന് അറിയാൻ പാടില്ല. കങ്കുവേയും പടം ആവറേജ്, ബിലോ ആവറേജ് ഒക്കെ ആയിട്ട് തോന്നും. പിന്നെ കങ്കു ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കങ്കു വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ കണ്ടിരിക്കാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് സിനിമയ്ക്കകത്തൊന്നും ഒരു ഇതിന് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ അങ്ങനെ പറ്റിയില്ല. ബാക്കി അത്യാവശ്യം നൈസായിട്ട് അല്ലു അർജുൻ ആണെങ്കിലും ആ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. പണം ഉണ്ടായിട്ട് സ്വന്തം ഭാര്യക്ക് സാരി കുത്ത ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പ. അല്ലു ഉയർത്തില്ലേ ശരിക്കും? ഫഹദ് മാത്രമുണ്ട്. ഫഹദ് പറഞ്ഞ സീനെല്ലാം പൊളി വേറെ ലെവല്. ഒന്നാണ് അടപടല മൂഞ്ചി. എന്തൊരു പടമാണ്. സത്യം എന്ത് പറ്റിയതല്ല, ഒന്നുമില്ല അതില്. കൊള്ളത്തില്ല, സീരിയല് പോലെ. കഥ എങ്ങോട്ടൊക്കെയാ പോവുക? ഇന്റർനാഷണൽ ഊമ്പിയ പടം. സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഉറങ്ങുമായിരുന്നു. പിന്നെ കുറെ ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഡയലോഗ്സിനേക്കാളും നല്ല ബോറായിട്ടുള്ള ഡയലോഗ്സ്. സീരിയലോടാ 3 മണിക്കൂറിൽ 1 മണിക്കൂർ രശ്മികയായിരുന്നു. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. മൂവി കൊള്ളാം, ഫസ്റ്റ് ക്ലാസ് മൂവിയാ. നല്ലൊരു എന്താ പറയാ, എല്ലാം കണ്ട ഒരു മിക്സർ കണ്ട ഒരു ഫീൽ ഉണ്ട്. നല്ലൊരു മാസ് മസാല മൂവി. കുഴപ്പമില്ല, ബിലോ ആവറേജ് ആണ്. പിന്നെ കടിച്ച് തിന്നണത് കാണാൻ പറ്റി. ഇതൊക്കെ തന്നെയാണ്. ബ്രോ, ഒരു നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയല്ല. വെറും കാട്ടവരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് കണ്ടതിൽ കങ്കുവായിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് അതുക്കും മേലെ കാട്ടവരാതം, ഒന്നും പറയല്ല. പേഴ്സണലി ഇത്തിരി പോസിറ്റീവായിട്ട് തോന്നിയത് ഫഹദിന്റെ പെർഫോമൻസ് മാത്രമാണ്. പാൻ ഇന്ത്യൻ കോമഡി പടം, വേറൊന്നുമല്ല. എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും. ഈ പടത്തിൽ നാഷണൽ അവാർഡ് സൂപ്പറായിருக்கு. ആമാ, ഒരു മിനിറ്റ്. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. അടിപൊളി സിനിമ. നല്ല നാഷണൽ അവാർഡ് അടുത്ത് അല്ലു അർജുന് കിട്ടും. നല്ല അഭിനയമുണ്ട്. ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. 1 പാർട്ടിനെക്കാളും 2 പാർട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി 3 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഫാൻസിന് വേണ്ടിയുള്ള പടം. കുഴപ്പമില്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലായിരുന്നു. അടിപൊളി ഫാൻസ് പടം സാധനം. നല്ല സാധനം. ഒരു 2000 കോടി അടിക്കാനുള്ളതുണ്ടോ? 2000 കോടി അടിക്കുള്ളതെന്നല്ല, ഒരു 1500 അടി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. രശ്മികയൊക്കെ ഭയങ്കര ഓവർ ആക്ടിങ്ങും പിന്നെ പടത്തിന്റെ ട്രാക്ക് ഒക്കെ പാതി വെച്ച് മാറ്റി ഒരുമാതിരി സീരിയൽ പോലെ ഒക്കെ ഉണ്ടാക്കി കളഞ്ഞു. അപ്പോ സെക്കൻഡ് ഹാഫ് ഒരു വായിക്ക് കൊള്ളൂല. പടം ഒരു ഒട്ടും കൊള്ളൂല. തെലുങ്ക് ഇവിടെ ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. രണ്ടുപേരും ഫഹദ് ഫാസിൽ, അല്ലു അർജുൻ എല്ലാം സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല.
കൊള്ളത്തില്ല. വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല. എക്സ്പെക്ടേഷൻ അത്ര പോരാ. ശരിക്കും പുഷ്പം എന്ന് പറയുന്ന ആ പുഷ്പത്തിന്റെ പേര് യോജിക്കുന്ന ഭാഗത്തിനാണ്. അയ്യോ, രശ്മിയുടെ ഏറ്റവും കൂടുതൽ ബോറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡബ് ചെയ്തതാണ് അവരെ തൊലച്ചളഞ്ഞത്. ഡബിങ് വളരെ മോശമായി പോയി. ഫഹദാണ് വേറെ ലെവല്. നമ്മുടെ ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. ഞാൻ ഫഹദ് ഫാസിലെ കട്ട ഫാനാണ്. പക്ഷെ അയാളെ കണക്ക് ഒരു നടൻ അഭിനയിക്കില്ല. കാര്യം ഒരു ആവറേജ് മൂവിയായിട്ട് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അത്രേ ഉള്ളൂ. മറ്റേ പുഷ്പ ഫസ്റ്റ് പോലെയുള്ള ഒരു ഇതില്ല. പടം നല്ല എൻഗേജിങ് ആണ്, ത്രില്ലിംഗ് ആണ്. നമ്മുടെ അല്ലു അർജുൻ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ പുഷ്പ ഫയറാണ്, വൈൽഡ് ഫയർ ആണെന്ന് തന്നെ പറയാം. ഈ ക്രിസ്മസ് നമ്മുടെ പുഷ്പ കൊണ്ടുപോകുന്ന തന്നെ പറയാം. പടം കാണുമ്പോൾ കുറച്ച് പേടിയാണെങ്കിലും കണ്ടിരിക്കുക. നല്ല എൻഗേജിങ് ആണ്. ഫഹദിക്ക കുറച്ച് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്. ഇതുകൊണ്ടാണ് പുഷ്പയുടെ കളി തുടങ്ങിയത്. ആ രക്തചന്ദനം വെട്ടു തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളായിരിക്കുന്നത് ഇതിനകത്തപ്പം ഒരുമാതിരി സീരിയലൊക്കെ ആക്കിപ്പോയി. ഒരു വക കൊള്ളത്തില്ല. എന്തൊക്കെയോ ഒരു കഥ എഴുതണമെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി എഴുതി വെച്ച വേണ്ട. ഒരു ആവശ്യമില്ല വന്ന് കാണാൻ കൊള്ളത്തില്ല. അല്ലു അർജുൻ ഒരുമാതിരി സ്പൂഫ് ആണ് ആക്കിപ്പോയി. 650 rupees is a wasted. எதுக்கும் வராது. படம் தரமாக இருக்குது ப்ரோ. எக்ஸ்பெக்ட் பண்ணதை விட நல்லா இருக்கு. ஆனால் அண்ணா புஷ்பா 1 மாதிரி அவ்வளோ இதுவாக இல்லைனாலும் ஆக்ஷன் மட்டும் பயங்கரமாக இருக்குது. படம் டைட்டில் வைல்டு ஃபயர். வைல்டு ஃபயர் தான். உள்ளே போய் அதை பார்த்து தரலாம். தர மாதிரியே இருக்குது ஃபைட். சூப்பராக இருக்குப்பா. செம்மையாக இருக்கு. யார் எந்த ஹீரோ வந்தாலும் அடிச்சிக்க முடியாது. அல்லு அர்ஜுன் மட்டும் தக்கியதே இல்லை. நிஜங்கனே வேற லெவல். சூப்பர். படம் எப்படி இருக்கா ப்ரோ? வைல்டு ஃபயர்னா அந்த மாதிரி வைல்டு ஃபயர் ப்ரோ. 3 வருஷம் வெயிட் பண்ணது இதுக்காக தான். ஸ்டோரி எல்லாம் சொல்ல முடியாது, பார்த்தா தான் தெரியும். எப்படி இருக்குன்னு கேட்குறேன். சூப்பராக இருந்துச்சு ப்ரோ. சூப்பராக இருக்குது. சூப்பர் சூப்பர் சூப்பராக. ஸ்டோரி எங்கேயுமே போர் அடிக்காது. நல்லா இருக்குது. எதிர்பார்த்த அளவுக்கு இருக்குது ப்ரோ. கண்டிப்பாக இருக்குது. போய் பார்க்கலாம். ஃபர்ஸ்ட் ஹாஃப் வெரி குட், செகண்ட் ஹாஃப் குட். அல்லு அர்ஜுன் ஆக்டிங் வெரி குட். சூப்பர் சூப்பர். மியூசிக், டைரக்ஷன், எவ்ரிதிங் இஸ் பர்ஃபெக்ட். அண்ட் நவ் இஸ் புஷ்பா 3. பரவாயில்ல, ஒரு வாட்டி பார்க்கலாம், அவ்வளோதான் ப்ரோ. நல்லா இருக்குது. செகண்ட் ஹாஃப் நல்லா இருக்குது. ஃபேமிலிக்கு எல்லாம் பிடிச்சிருப்பது. அல்லு அர்ஜுன் நல்லா பர்ஃபார்மன்ஸ் பண்ணுவார். ஸோ டைரக்ஷன் எல்லாம் நல்லா இருக்குது. சுகுமார் டைரக்ஷன். படம் மைண்ட் ப்ளோயிங். சூப்பர் ஃபஸ்ட்டு சொல்கிறதுக்கு சூப்பராக இருக்கு ப்ரோ. நல்லா இருக்கு. செகண்ட் ஹாஃப் ஃபேன்ஸ்க்கு நல்லா இருக்கும். ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் டல்லா, செகண்ட் ஹாஃப் நல்லா இருக்கு. செகண்ட் ஹாஃப் நல்லா இருக்கு. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் நல்லா இருக்கு. வேற லெவல் ப்ரோ மூவி. ஸ்டோரிலாம் எப்படி இருந்துச்சு? நல்லா இருக்கு, நல்லா இருக்கு. ஸ்டோரிலாம் எப்படி இருக்கு? எல்லாம் நல்லா இருக்கு. சூப்பராக இருக்கு. ஏச் லாக் ஆற பாருங்க. அதெல்லாம் இதுவும் இல்லை. சூப்பராக இருக்கு. ரொம்ப நல்லா இருக்குது. இன்னும் கொஞ்ச நேரம் இருந்தா நல்லா இருக்கும் அப்படி தோணுது. ரொம்ப நல்லா இருக்குது. ஒன் டைம் வாட்சபிள், அவ்வளோதான். சேம் பார்ட் 1 எப்படி இருக்கோ அதே கண்டினியூ ஆகிட்டு இருக்கு. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും. ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യും.